Hi friends, welcome back to the new class. Let us get started right away. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോ സെൻറ്റൻസുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഉദാഹരണത്തിന് ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അത്ഭുതം ഉളവാക്കുന്ന എന്തെങ്കിലും സംഭവം കേൾക്കുമ്പോഴോ നമ്മൾ ഓരോരോ വാക്കുകൾ നമ്മളത് ശീലിച്ചു പോയ കുറേ വാക്കുകളുണ്ട്. എൻ്റെ പൊന്നോ മതി, എൻ്റെ ദൈവമേ, അങ്ങനെയുള്ള ഓരോരോ ആശ്ചര്യകരമായ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആണ്. ആ സ്ട്രോങ് ഫീലിങ്സ് നമ്മൾ മലയാളത്തിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എൻ്റെ പൊന്നോ മതി അല്ലെങ്കിൽ എൻ്റെ അമ്മോ എന്നൊക്കെ നമ്മൾ തയ്യൽ കവിച്ച് പറയാറുണ്ട് എന്തെങ്കിലും പ്രത്യേക ചില സന്ദർഭങ്ങളിൽ അല്ലേ? അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ലൈക്ക് മൈ ഗുഡ്നസ്, എൻ്റെ പൊന്നോ അല്ലെങ്കിൽ എൻ്റെ പൊന്നെ, മൈ ഗുഡ്നസ്. ഓക്കെ, അതുപോലെ ഓ മൈ ഗോഡ്. ഇഫ് യു തിങ്ക് ഡോണ്ട് യൂസ് ഗോഡ്സ് നെയിം ഇൻ വെയിൻ, ദൈവത്തിൻ്റെ നാം വെറുതെ ഉപയോഗിക്കരുതെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓ മൈ ഗോഷ്. സെയിം മീനിങ് ആണ് ഓ മൈ ഗോഷ്. അതുപോലെ അയ്യോ അവൻ മരിച്ചു എന്ന് പറയാറുണ്ട് അല്ലേ? അപ്പോൾ അയ്യോ എന്നുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷിൽ അലാസ്, ALAS, അലാസ്, ഹീസ് ഡെഡ്. അതുപോലെ നമ്മൾ ചില ആൾക്കാർ മരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് അവൻ തട്ടിപ്പോയി എന്നാണ് പറയാറുള്ളത് അല്ലേ? നമ്മൾ മലയാളത്തിലൊരു ശൈലിയുണ്ട്, തട്ടിപ്പോയി. അതിന് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് ഹി കിക്ക് ദ ബക്കറ്റ്, ഹി കിക്ക് ദ ബക്കറ്റ്. അതുപോലെ നമുക്ക് പെട്ടെന്നൊരു വേദന വരുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കാണ് ഔച്ച്, ഔ ആ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഐ ഹാവ് കട്ട് മൈ ഫിംഗർ, ഓ ഞാൻ എൻ്റെ കൈവിരൽ മുറിച്ചു. അതുപോലെ നമുക്കൊരു സന്തോഷം വരുമ്പോൾ പറയുന്നൊരു വാക്കാണ് ഹുറേ. അവൻ നമ്മൾ തത്തുല്യമായിട്ട് ഉപയോഗിക്കുന്ന മലയാള വാക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഏയ് ഞാൻ ജയിച്ചു, പരീക്ഷയിൽ ജയിച്ചു, ഏയ് എന്നൊക്കെയാണ് തോന്നുന്നു. അതിന് ഇംഗ്ലീഷിലുള്ള വാക്കാണ് ഹുറേ, ഐ ഹാവ് പാസ് ദി എക്സാമിനേഷൻ എന്ന് പറയാം. പിന്നെ നമ്മൾ ചിലരോട് പറയാറില്ലേ ദൈവത്തെ ഓർത്ത് തന്നെ തെറി വിളിക്കരുത്. സോ ഡോണ്ട് കോൾ മീ നെയിംസ്, സ്റ്റോപ്പ് കോളിങ് മീ നെയിംസ്, ഫോർ ഗോഡ്സ് സേക്ക് ഡോണ്ട് കോൾ മീ നെയിംസ്. ദൈവത്തെ ഓർത്ത് എന്നെ തെറി വിളിക്കരുത്. അതുപോലെ മറ്റൊരു യൂസേജാണ് നോ വേ. ഒരു വഴിയുമില്ലെന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. എന്നാൽ പോലും നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് പൈസ ചോദിക്കുവാണ്, വായ്പ ചോദിക്കുവാണ്, അപ്പം നമ്മൾ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല നമ്മൾ പറയാറുണ്ടല്ലേ? സോ അതിനും തതുല്യമായിട്ടുള്ളൊരു വാക്കാണ് ഇംഗ്ലീഷിൽ നോ വേ, ഐ ഹാവ് നോ മണി. ഓക്കെ, അതുപോലെ there you are. ഇപ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഒരു ഫുഡ് ഓർഡർ ചെയ്തു. അപ്പം ആ ഓർഡറുമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട ഫുഡുമായിട്ട് വരുമ്പോൾ നമ്മളെന്താ സാധാരണ ഒരു വെയിറ്ററോ മറ്റോ പറയുന്നത് എന്താണ്? ഇതാ അല്ലെങ്കിൽ ഇന്നാ. അതിന് പറഞ്ഞാണ് there you are. നമ്മളൊരാളോടൊരു കാര്യം ചോദിച്ചു, ഇപ്പോൾ ഒരു കപ്പ് ഓഫ് കോഫി. അപ്പോൾ നമ്മൾ ആ കപ്പ് ഓഫ് കോഫി നമ്മൾ അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എന്താ പറയുന്നത്? ഇന്നാ അല്ലെങ്കിൽ ഇതാ. അതിന് പറയുന്ന ഇംഗ്ലീഷിൽ വാക്കാണ് there you are. അപ്പോൾ ആ കാപ്പി കൊടുത്തുകൊണ്ട് നമ്മൾ പറയാം there you are, ഇന്നാ. പിന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വിഷയം ഒന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത് സാധാരണ മലയാളത്തിൽ? അതിരിക്കട്ടെ, അവനിപ്പോൾ എവിടെയാ അല്ലേ? അതിരിക്കട്ടെ. ആ ഒരു വേർഡാണ് ബൈ ദ വേ. ബൈ ദ വേ, വേർ ഈസ് ഹീ നൗ? ബൈ ദ വേ, വേർ ഈസ് ഹീ നൗ? അതിരിക്കട്ടെ, അവനിപ്പോൾ എവിടെയാ? നമ്മൾ ആരുടെയൊക്കെ എന്തെങ്കിലും ചോദിക്കാറുണ്ട്, എന്തുണ്ട് വിശേഷമൊക്കെ, എന്നാ പരിപാടിയൊക്കെ? വെറുതെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതെൻ്റെ ഒരു വേർഡാണ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, വെറുതെ. അതുപോലെ എന്നോട് വിശേഷമൊക്കെ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? അപ്പോൾ പറയും ജീവിച്ചു പോകുന്നു, കഴിഞ്ഞു പോകുന്നു. അത്ര സുഖകരമല്ലാത്തൊരു ഇതാണ്. അപ്പോൾ പറയും നമ്മൾ കഴിഞ്ഞു പോകുന്നു, ജീവിച്ചു പോകുന്നു. അതിനുള്ളൊരു വാക്കാണ് ഗെറ്റിംഗ് എലോങ്. വേറൊരു യൂസേജ് ഗോഡ് നോസ്, ദൈവത്തിനറിയാം. അല്ലെങ്കിൽ ഹു നോസ്, ആർക്കറിയാം? ഗോഡ് നോസ്, ദൈവത്തിനറിയാം. ഈ വാക്ക് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കേരളത്തിലെ ഒറ്റ കുട്ടി പോലും അമ്മയുടെ വായിൽ നിന്ന് ഈ സെൻറ്റൻസ് കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല. ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു, നിന്നെക്കൊണ്ട് ഞാൻ മടുത്തു, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. അതുപോലെ നമ്മൾ ചോദിക്കാറുണ്ട് ചില കാര്യങ്ങളായാലും നമ്മളോട് പറയുമ്പോൾ അതിനപ്പം നിനക്കെന്താ? വാട്ട് ഈസ് ദാറ്റ് ടു യു? വാട്ട് ഈസ് ദാറ്റ് ടു യു? അതുപോലെ വരുന്നത് വരട്ടെ, നോക്കാം, വരുന്നത് വരട്ടെ, കം വാട്ട് മേ, കം വാട്ട് മേ. അത് ശരി, ദാറ്റ്സ് ട്രൂ, ദാറ്റ്സ് റൈറ്റ്.
അതുപോലെ എന്നാൽ മറ്റുള്ളൊരു അവസരത്തിൽ നമ്മൾ അത് ശരി നീ ഇവിടെ ഇരിക്കുമായിരുന്നോ, ആ അത് ശരിയുടെ അർത്ഥം നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഐ സീ യു ആർ സിറ്റിംഗ് ഹിയർ, അങ്ങനെയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ് പറഞ്ഞാൽ അതാണ്, ദാറ്റ്സ് ഇറ്റ്, അതാണ് ആ ഒരു മീനിങ്ങാണ്. ഓക്കെ, നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് ശീലിച്ചതാണ്. ഹൗ ആർ യു പറഞ്ഞാൽ ഉടനെ നമ്മൾ ഐ ആം ഫൈൻ താങ്ക് യു. നമുക്ക് വേറെ രീതിയിലും പല രീതിയിലും പറയാം. ഐ ആം ഗുഡ് എന്ന് പറയാം, ഐ ആം ഗ്രേറ്റ് എന്ന് പറയാം, ഐ ആം ഡൂയിങ് വെൽ, ഐ ഫീൽ ബെറ്റർ. പിന്നെ തിരിച്ച് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ ഹൗ അബൌട്ട് യു അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യു, അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ എപ്പോഴും ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഐ ആം ഗുഡ്, ഐ ആം ഗ്രേറ്റ്, അങ്ങനെ മാറ്റി പറയാം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ ചമ്മലുള്ളവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ചമ്മലൊക്കെ മാറ്റിയെടുക്കാം. നിങ്ങളുടെ ഓരോ ലൈക്കും അതുപോലെ ഷെയറിങ്ങും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇറ്റ് ഈസ് വെരി പ്രഷ്യസ് ടു മീ. സോ കൈൻഡ്ലി ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു വെരി മച്ച്. സോ ഐ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ലെറ്റ് us see in the next class. Take care. Goodbye.